യുദ്ധങ്ങൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് വൻ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ യുദ്ധമുഖത്ത് മിസൈലുകളും ഡ്രോണുകളും യുഎസും ഇറാനും ചീറിപ്പായിക്കുമ്പോൾ പ്രധാന വരുമാന സ്രോതസ്സുകളാണ് ഇല്ലാതാകുന്നത്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണം 10ാം ദിവസവും തുടർന്ന് അമേരിക്ക. യുഎസ് സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആക്രമണങ്ങൾ നടക്കുന്നത്. ശക്തമായ ആക്രമണത്തിൽ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരദേശ നഗരങ്ങളിലും ശക്തമായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമുസ് കടലിനടുക്ക് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങൾ, തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ യുഎസ് ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രതിസന്ധി ശരിക്കും പശ്ചിമേഷ്യയിലേക്ക് പടർന്നിരിക്കുകയാണ്. ഗൾഫ് മേഖല ശരിക്കും തകിടം മറിഞ്ഞിരിക്കുന്നു. ദുബായിൽ കടുത്ത തൊഴിൽ പ്രതിസന്ധി രൂപപ്പെടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. യുഎ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പ്രധാനമായും വരുമാനം ലഭിക്കുന്ന സ്രോതസ്സുകളായ ടൂറിസം, വ്യോമയാനം, വിദേശികളെ ആശ്രയിച്ചു കഴിയുന്ന മറ്റ് ബിസിനസ്സുകൾ എന്നിവയെല്ലാം തകിടം മറിഞ്ഞു. കനത്ത തിരിച്ചടി തന്നെയാണ് പ്രവാസികൾ നേരിടുന്നത്. ഇതോടെ നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന രീതിയും ഇപ്പോൾ തുടരുകയാണെന്നും പ്രവാസികൾ പറയുന്നു. ആയിരക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് വലിയ അവസരങ്ങളുടെ നഗരമായ ദുബായ് ഇപ്പോൾ കടുത്ത അതിജീവനത്തിന്റെ പോരാട്ടവേദിയായി മാറിയിരിക്കുകയാണ്. തൊഴിൽ വിപണിയിലെ മന്ദഗതി തൽക്കാലം മാത്രമാണെന്നാണ് യുഎഇ ഭരണകൂടം പറയുന്നത്. പക്ഷേ സാധാരണക്കാരായ തൊഴിലാളികൾ ഇപ്പോൾ വലയുകയാണ്. നൂറുകണക്കിന് ആളുകൾക്കാണ് ജോലി നഷ്ടമായി നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയുള്ളത്. കമ്പനികൾക്ക് ശമ്പളം നൽകാൻ പോലും പണമില്ലാത്ത അവസ്ഥയുണ്ടെന്നും ചില തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ കടുത്ത വേദനിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രതിസന്ധി മറികടക്കാൻ ബിസിനസ് മേഖലയ്ക്കായി യുഎ സർക്കാർ $680 ദശലക്ഷം മൂല്യമുള്ള സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന യുഎസ് ഇസ്രയേൽ ഇറാൻ യുദ്ധം ദുബായിയുടെ തിളക്കത്തിന് വലിയ മങ്ങലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള യുദ്ധം കാരണം പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇന്ന് പ്രവാസികൾ അനുഭവിക്കുകയാണ്. ഈ യുദ്ധം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മിസൈലുകളും ഡ്രോണുകളും വലിയ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടാക്കിയപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രധാന വരുമാന സ്രോതസ്സുകളെയാണ് ഇല്ലാതാക്കുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വിദേശ വിനോദസഞ്ചാരികൾ വൻതോതിൽ ദുബായിലേക്ക് വരുന്നത് ഒഴിവാക്കി. ഒപ്പം ദുബായിൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയിരുന്ന പല വിദേശികളും ഇപ്പോൾ സുരക്ഷിതത്വം തേടി രാജ്യം വിട്ടുപോയതായും പറയുന്നുണ്ട്. നിക്ഷേപകർ പോയതും ടൂറിസ്റ്റുകൾ ഇല്ലാത്തതും വലിയ തോതിൽ പല മേഖലകളിലെയും ബാധിച്ചു തുടങ്ങി. പക്ഷേ ഇതിലേറ്റവും കൂടുതലുണ്ടായിരുന്നത് ഇടത്തരം വരുമാനക്കാരായ തൊഴിലാളികളാണ്. അവരിൽ പലരും മറ്റുള്ള ജോലികൾ തേടിപ്പോയതായും പറയുന്നുണ്ട്. അതിനാൽ ഇത്തരം യുദ്ധങ്ങൾ വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിലവിലെ ഈ സാഹചര്യത്തിൽ പ്രവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനാൽ അനാവശ്യ ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. വ്യോമപാതയിലെ നിയന്ത്രണങ്ങൾ കാരണം വിമാന സർവീസുകൾ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.